ഹലോ, ഇന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയുടെ പാർട്ട് 2 ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടിപ്സ് ടു മെയിൻറ്റെയിൻ കിച്ചൺ ക്ലീനിങ് ഡ്യൂറിങ് മൺസൂൺ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വരുന്നത് ഡെയിലി ക്ലീനിങ്, ഹൈജീൻ മെയിൻ്റനൻസ്, അതുപോലെ പ്രോപ്പർ ഡ്രൈയിങ് കാര്യങ്ങളൊക്കെയാണ്, ഡിസിൻഫെക്റ്റിങ് കിച്ചൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് വീഡിയോയിൽ മെയിനായിട്ടുള്ള രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത് ഫുഡ് സ്റ്റോറേജും അതുപോലെ തന്നെ പ്രോപ്പർ വെൻറ്റിലേഷൻ ആൻഡ് മോയ്സ്ചർ കൺട്രോളാണ്. അപ്പോൾ ആ ഫുഡ് സ്റ്റോറേജിൽ നമുക്ക് ഫസ്റ്റിൽ നോക്കാനുള്ളത് നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഫ്ലോർ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഹ്യൂമിഡിറ്റിയൊക്കെ കൂടുതലുള്ള ടൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടുവരാനും കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുമൂലം ഒരുപാട് ബാക്ടീരിയൽ ഇഷ്യൂസ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ശ്രദ്ധയോടെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഫ്ലോറൊക്കെ സൂക്ഷിക്കുന്ന പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നട്ട്സ്, അതുപോലെ ഗ്രെയിൻസ് കാര്യങ്ങളെല്ലാം ഇതുപോലെയുള്ള ഡ്രൈ ആക്കിയിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കാനായിട്ടുള്ളത് നമ്മൾ കഴിവതും നമ്മൾ വിസിബിൾ ആവുന്ന പ്ലേസിൽ ഓരോന്നും പ്ലേസ് ചെയ്യുക. അത് നമുക്ക് ഫ്രീക്വൻ്റ്ലി എടുത്ത് യൂസ് ചെയ്യാനും നമ്മുടെ ഡയറ്റിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാനും അതുപോലെ തന്നെ ലോങ് ടൈം സ്റ്റോറേജ് ഒഴിവാക്കിയിട്ട് നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റേജൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ഹ്യൂമിഡിറ്റി ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ടൈമിൽ പറയാനായിട്ടുള്ളത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ചെറിയ എമൗണ്ടിൽ വാങ്ങിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വഴുതനങ്ങ, പിന്നെ വെണ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കേടുവരുന്ന ഐറ്റംസാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെറിയ എമൗണ്ടിൽ വാങ്ങി സൂക്ഷിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ നോർമൽ ടൈമിൽ സൂക്ഷിക്കുന്നതിനേക്കാളും ഈ ഒരു ടൈമിൽ നമുക്കിതൊക്കെ സൂക്ഷിക്കാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങളിതുപോലെ ഫ്രിഡ്ജെല്ലാം പുറത്ത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു മോയ്സ്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ടിഷ്യൂ പേപ്പേഴ്സൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ആ ഒരു മോയ്സ്ചറൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ ഫ്രൂട്ട്സിൻ്റെ കേസായാലും കുറച്ച് എമൗണ്ടിൽ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വന്നിട്ട് തേങ്ങ, മുട്ട പോലെയുള്ള ഐറ്റംസ് എല്ലാം നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാത്തവരാണ്, ഇതുപോലെ പുറത്ത് വെച്ചിട്ടാണ് നിങ്ങൾ സൂക്ഷിക്കുന്നതെങ്കിൽ അതും ചെറിയ എമൗണ്ടിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വന്നിട്ട് ഇതുപോലെയുള്ള നോൺ വെജ് ഐറ്റംസ്, ഫിഷ് കാര്യങ്ങളെല്ലാം ഡെയിലി യൂസിനുള്ളത് മാത്രം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വന്നിട്ട് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ വെജിറ്റബിൾസ് പലരും കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ലോങ് ടൈം സ്റ്റോറേജ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇതുപോലെ നമുക്ക് ഇനിയിപ്പോൾ അത്യാവശ്യമാണെങ്കിൽ പിറ്റേ ദിവസത്തേക്കുള്ളത് മാത്രം ഒന്ന് രാത്രി കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മോർണിംഗ് ബിസി ആയിട്ടുള്ള മോർണിംഗ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ടൈമിൽ കുറച്ച് പേർക്ക് ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ടിഫിൻ പാക്ക് ചെയ്ത് കൊടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ രാത്രി ടൈമിലെങ്കിലും അത് കട്ട് ചെയ്തിട്ട് രാവിലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അല്ലാതെ ഒരു ലോങ് ടൈം സ്റ്റോറേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടെ നോക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയാനായിട്ടുള്ളത് നമുക്ക് വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും അല്ലെങ്കിൽ നോൺ വെജ് ആയാലും എല്ലാം ഒന്ന് ഫ്രഷായിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസും ഒരുപാട് വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഫുഡിലൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതെപ്പോഴും ഫ്രഷായിട്ടും ചൂടാക്കിയതായിട്ടുള്ള ഐറ്റംസ് എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഒരുപാട് ഫുഡൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് റീയൂസ് ചെയ്ത് റീഹീറ്റ് ചെയ്തിട്ടൊന്നും യൂസ് ചെയ്യാതെ നോക്കുക. നെക്സ്റ്റായിട്ട് ശ്രദ്ധിക്കാനായിട്ടുള്ളൊരു കാര്യമാണ് ഡിഷ് വാഷിംഗ്. അത് നമ്മൾ ഓരോ യൂസ് കഴിഞ്ഞ ഉടനെ തന്നെ കഴുകിയെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഡിഷസ് ആയാലും പോട്ട്സ് ആയാലും പാൻസ് ആയാലും ഈവൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പൂണൊക്കെ ആണെങ്കിലും അതപ്പോൾ തന്നെ ഒന്ന് കഴുകിയെടുത്ത് വെക്കാനും ഡ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ എച്ചൽ പാത്രമൊക്കെ കുറേ ടൈം വെച്ചതിന് ശേഷമാണ് നിങ്ങൾ കഴുകിയെടുത്ത് വെക്കുന്നതെങ്കിൽ അത് ശരിയായ രീതിയിൽ ഡിസിൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. അപ്പോൾ അതിൽ ബാക്ടീരിയൽ ഗ്രോത്തൊക്കെ പെട്ടെന്ന് തന്നെ വരാനും അത് സ്പ്രെഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. ഇനി വരുന്നത് ഫുഡ് സ്റ്റോറേജ്. ഇനി നമ്മൾ മെയിനായിട്ട് വെക്കുന്ന ഒരു സ്ഥലമാണ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ സാധാരണ ഡേയ്സിൽ വീക്ക്ലി വൺസ് ക്ലീൻ ചെയ്യുന്ന പോലെ അല്ലാതെ ഒരു 3 ടൈംസ് എങ്കിലും വീക്ക്ലി അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിലെ മോയ്സ്ചേഴ്സ്, അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഷീറ്റ്സ്, സ്പില്ലേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ വന്നിട്ട് ഡെയറീസ്, മിൽക്ക് പ്രൊഡക്ട്സ് കാര്യങ്ങളെല്ലാം
അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഈ ഒരു ടൈമിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ കേടുവരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഡ്രൈ ആക്കിയിട്ട് ഒരു ടിഷ്യൂ ഒക്കെ വെച്ചതിന് ശേഷം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ മൺസൂൺ ടൈമിലൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ ഒരു ടൈമിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ വെൻറ്റിലേഷനാണ്. അപ്പോൾ വെൻറ്റിലേഷൻ എപ്പോഴും നമ്മളൊരു വിൻഡോസൊക്കെ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ എക്സോസ്റ്റ് ഫാനൊക്കെ യൂസ് ചെയ്തിട്ട് കുക്ക് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, എയർ ഫ്ലോയുടെ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹ്യൂമിഡിറ്റിയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇങ്ങനെയുള്ള എയർ പാസേജ് വെൻറ്റിലേഷനൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതും കൂടെ ഈ ഒരു ടൈമിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. മാക്സിമം ഡ്രൈ ആയിട്ട് തന്നെ ഓരോ പ്ലേസും വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഫുഡ് ഐറ്റം റാൻസിഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഓയിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈമിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഓയിൽ കാര്യങ്ങളൊക്കെ റാൻസിഡായിട്ട് ടേൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഓയിലായാലും ഗീ ആയാലും ഫ്രഷായിട്ട് യൂസ് ചെയ്യുക, റീയൂസ് ചെയ്യാതിരിക്കുക. അതിപ്പോൾ നോർമൽ ടൈമിലാണെങ്കിലും ഓയിൽസ് ഒന്നും റീയൂസ് ചെയ്യാതിരിക്കുക, കുക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ അതെപ്പോഴും ഫ്രഷായിട്ട് ചെറിയ എമൗണ്ടിൽ നിങ്ങളൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ആ ഒരു പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം ഫ്രഷായിട്ട് തന്നെ ചെറിയ എമൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫ്രഷായിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ ചെയ്യാനായിട്ടുള്ളത് പാൻട്രീസൊക്കെ ഫ്രീക്വൻ്റ്ലി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ മസാലാസൊക്കെ ഇതൊക്കെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മസാലയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ പാൻട്രീസ് ഇതുപോലെയുള്ള ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആവശ്യമുള്ള എമൗണ്ടിൽ മാത്രം പർച്ചേസ് ചെയ്തിട്ട് ഓരോന്നും കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇതുപോലെയുള്ള ഈ ഒരു ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുള്ള ഈ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം കേടുവരുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു വിസിബിൾ ആയിട്ടുള്ള പ്ലേസിൽ വെക്കാൻ, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ബോട്ടിൽസിലും ജാർസിലെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഷെയർ ചെയ്യുന്ന പോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ് ലാസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഡസ്റ്റ്ബിന്നിൽ എപ്പോഴും വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. എപ്പോഴും ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ബക്കറ്റോ കാര്യങ്ങളോ കണ്ടെയ്നറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അത് ഓരോ യൂസിന് ശേഷവും കറക്റ്റ് ഡിഷ് വാഷ് ലിക്വിഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ, സ്പോഞ്ച് കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് സൂക്ഷിക്കാനും അത് ഡ്രൈ ആക്കി വെക്കാനും കൂടെ ഈ ഒരു ടൈമിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ഡിസ്കാർഡ് എന്ന് പറയുന്നത് കറക്റ്റ് എല്ലാ ദിവസവും പ്രോപ്പർലി ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു ബക്കറ്റ് അല്ലെങ്കിൽ കണ്ടെയ്നർ നീറ്റായിട്ട് തന്നെ ഡ്രൈ ആക്കിയിട്ടുണ്ടെന്നും കൂടെ ഉറപ്പ് വരുത്തേണ്ടതാണ്. അതിനുശേഷം മാത്രം അതിലേക്കുള്ള ഗാർബേജ് ബാഗൊക്കെ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് മൺസൂൺ കിച്ചൺ ക്ലീനിങ് ടിപ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരൊക്കെ ആണെങ്കിൽ അതൊന്ന് കണ്ടുനോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.